റഷ്യൻ ഫ്രഞ്ച് ആർമി ജനറൽ ഷിൽ ഇന്ത്യ സന്ദർശിക്കുകയാണ്. അദ്ദേഹം ഒരു ഷോപ്പിംഗ് സ്പ്രീയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ചില സാധനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാനും അവ കൈവശമാക്കാനും ഫ്രഞ്ച് സേനയുടെ ഭാഗമാക്കാനുമാണ് അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ വളരെ കാലമായി 30 വർഷത്തിലധികം ഇന്ത്യയുടെ ഒരു ട്രസ്റ്റഡ് പാർട്ണറാണ് ഫ്രാൻസ്, പ്രത്യേകിച്ചും ഏവിയേഷൻ രംഗത്ത്. ഫ്രാൻസിന്റെ മിറാഷ് എയർക്രാഫ്റ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈവൻ നമ്മൾ ഇന്ത്യ ഉപയോഗിക്കുന്ന ജഗ്വാർ എയർക്രാഫ്റ്റിലും ഫ്രാൻസിന്റെ അസോസിയേഷൻ ഉണ്ട്. ഇപ്പോ അമേരിക്കയുടെ ആ ഏകാധിപത്യ പ്രവണതകൾക്ക് പൂർണ്ണമായിട്ടും വിധേയനാകാതെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യയോട് മമതയുള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ് എന്ന കാര്യം നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഇന്ത്യക്ക് സഫ്രാൻ എഞ്ചിൻ വിത്ത് ടെക്നോളജി ട്രാൻസ്ഫർ, TOT എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഉൾപ്പെടെ തരാൻ ഫ്രാൻസ് സന്നദ്ധമായി വന്നിട്ടുണ്ട്. എന്നാൽ അമേരിക്കയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച GE എഞ്ചിനൊന്നും അതിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാൻ അവർ ഇതുവരെ തയ്യാറാക്കിയില്ല. കാര്യം അവിടെ വളരെ ഗവൺമെന്റിന്റെ വളരെ സ്ട്രിക്ചേഴ്സ് അനുസരിച്ചിട്ടാണ് GE കമ്പനി പ്രവർത്തിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെന്റിന്റെ പൂർണ്ണ സമ്മതമില്ലാതെ അവിടുത്തെ ഒരു ഡിഫൻസ് സ്ഥാപനങ്ങൾക്കും ഇന്ത്യക്ക് ഒരു സാധനവും സപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഫ്രഞ്ച് ജനറൽ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വേണ്ടത് ഇന്ത്യയിലെ ഒരു പ്രൈവറ്റ് കമ്പനി നിർമ്മിച്ച നാഗാസ്ത്ര 1 അവർക്ക് ആവശ്യമുണ്ട്. ഇന്ത്യയുടെ ഒട്ടനവധി മ്യൂണീഷ്യൻ സിസ്റ്റംസ് അവർക്ക് ആവശ്യമുണ്ട്. ലോയിറ്ററിംഗ് മ്യൂണീഷ്യൻ എന്ന് പറയും, അതായത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വ്യക്തികളെയോ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് കൊല്ലുന്ന സൂയിസൈഡ് ഡ്രോൺസ് ആണ്. ആ ഡ്രോൺസ് അവർക്ക് ആവശ്യമുണ്ട്. ഇന്ത്യയിലെ പിനാക്ക റോക്കറ്റ് സിസ്റ്റം അവർക്ക് ആവശ്യമുണ്ട്. കാര്യം ഫ്രാൻസിൽ ടെക്നോളജി അവർക്കില്ല എന്നല്ല പറയുന്നത്. ഫ്രാൻസിൽ ഇത് ഉത്പാദിപ്പിക്കുന്നതിൽ നിന്നും വളരെ തുച്ഛമായ വിലയ്ക്ക് അവർക്ക് ഇന്ത്യയിൽ നിന്ന് ഇത് ഇമ്പോർട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കും. മാത്രമല്ല ഈ പിനാക്ക എന്ന് പറയുന്നത് വളരെ പ്രൂവൺ ടെക്നോളജിയാണ്. അതുകൊണ്ട് അവർക്കത് വളരെ വിശ്വാസത്തോടെ വാങ്ങിക്കാൻ സാധിക്കും. മാത്രമല്ല ഇന്ത്യയുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ കാരണം അവർക്ക് ഇതിന്റെ സ്പെയർസും മെയിൻ്റനൻസും ഓവറോളും എല്ലാം ഇന്ത്യ സഹായിക്കുമെന്ന് അവർക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ഡിഫൻസിൽ 2 പാർട്ട്നേഴ്സ് തമ്മിലുള്ള വിശ്വാസ്യതയ്ക്ക് ഭയങ്കരമായിട്ടുള്ള വാല്യൂ ഉള്ള ഒരു ഘട്ടമാണ്. ഇപ്പൊ ഇന്ത്യയുടെ വിശ്വസ്തനായ ഒരു പാർട്ണർ എന്നുള്ള രീതിക്ക് ഫ്രാൻസിന് അവരാവശ്യപ്പെടുന്ന എക്യുപ്മെന്റുകൾ കൊടുക്കാൻ ഇന്ത്യക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ. ഇന്ത്യയുടെ ഇത് സംബന്ധിച്ചുള്ള ഡിഫൻസ് വരുമാനം വളരെ കൂടുതലാവും. നമ്മളൊരു 2035 ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിൽ നിന്നുള്ള എക്സ്പോർട്ട് വരുമാനം നമുക്ക് 0-ലോട്ട്, അതായത് ഇതിന്റെ വ്യത്യാസം വരുമാനം കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ഡിഫൻസ് ഇമ്പോർട്ടിന്റെയും ഡിഫൻസ് എക്സ്പോർട്ടിന്റെയും അളവ് ഏകദേശം അതിന്റെ റേഷ്യോ 0-ലേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ഇപ്പോ ഡിഫൻസ് മേഖലയിൽ ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന പൊതുമേഖലയിൽ നടത്തുന്ന നിക്ഷേപങ്ങളും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളെ ചേർത്ത് പിടിക്കുന്നതും കാണിക്കുന്നത് അതിലേക്കാണ്. നന്ദി, നമസ്കാരം.